ചെങ്കടലിൽ ഇന്ത്യൻ ചരക്കുകപ്പലിന് നേരെ ആക്രമണം. ഇന്ത്യൻ പതാക വഹിക്കുന്ന MSV ഫൈസ്നൂർ ഒലിയ എന്ന കപ്പലാണ് യമന്റെ തീരത്തുവച്ച് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തെ തുടർന്ന് കപ്പൽ പൂർണ്ണമായി മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 14 ജീവനക്കാരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ യമൻ സ്വദേശിയായ ഒരാളൊഴികെ എല്ലാവരും ഇന്ത്യക്കാരാണ്. ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണെന്ന് യമന്റെ നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് അറിയിച്ചു. അതേസമയം ഹൂതികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. രക്ഷപ്പെടുത്തിയ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ യമൻ അധികൃതരുമായി എംബസി ബന്ധപ്പെടുന്നുണ്ട്. ജീവനക്കാരെ രക്ഷിച്ചതിന് യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നതിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യ മേഖലയിലെ അന്താരാഷ്ട്ര ജലപാതകളിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും കൂട്ടിച്ചേർത്തു. പ്രകോപനമില്ലാതെയാണ് MSV ഫൈസ്നൂർ ഒലിയയ്ക്കു നേരെ ആക്രമണമുണ്ടായതെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ എക്സിൽ കുറിച്ചു. ആക്രമണത്തെ തുടർന്ന് കപ്പൽ തലകീഴായി മറിഞ്ഞ് മുങ്ങുകയായിരുന്നു. 14 ജീവനക്കാരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി സുരക്ഷിതമായി മോഖ തുറമുഖത്ത് എത്തിച്ചു. യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളുമില്ലാത്ത കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നുവെന്ന് പറഞ്ഞ മന്ത്രി ഇന്ത്യക്കാരുടെ സുരക്ഷ പ്രധാനമാണെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കാരുടെ സുരക്ഷ സമ്പൂർണ്ണമായി ഉറപ്പാക്കാൻ എല്ലാ ഏജൻസികളെയും ഏകോപിപ്പിച്ച അടിയന്തര നടപടികൾ സ്വീകരിക്കാനും മുങ്ങിയ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാനും ഡയറക്ടർ ജനറൽ മാരിടൈം അഡ്മിനിസ്ട്രേഷനോട് നിർദ്ദേശിച്ചതായും വിവരങ്ങളുണ്ട്. ചെങ്കടലിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള NCC മാസ എന്ന വാണിജ്യ കപ്പലിന് നേരെ ഹൂതി മിലിഷ്യ ആക്രമണം നടത്തിയതായി അധികൃതർ സ്ഥിരീകരിച്ചു. ജനറൽ അതോറിറ്റി ഫോർ ട്രാൻസ്പോർട്ട് നൽകിയ വിവരമനുസരിച്ച് ആക്രമണത്തിൽ കപ്പലിന്റെ പുറം ഭാഗത്തിന് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ജീവനക്കാരെല്ലാം പൂർണ്ണമായും സുരക്ഷിതരാണ്. കപ്പലിന്റെ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ഉറപ്പുവരുത്തിയ ശേഷം അത് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടർന്നു. അന്താരാഷ്ട്ര നിയമങ്ങളും സമുദ്ര സുരക്ഷാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ കടുത്ത സമുദ്ര ഭീകരവാദമാണെന്ന് ജനറൽ അതോറിറ്റി ഫോർ ട്രാൻസ്പോർട്ടും സഖ്യസേനയും അപലപിച്ചു. അതിനിടെ ഹൂതികളുടെ ഭീരുത്വം നിറഞ്ഞ ഈ ആക്രമണത്തിന് ഹുദൈദയിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സഖ്യസേന ശക്തവും കൃത്യവുമായ തിരിച്ചടി നൽകിയതായി ഔദ്യോഗിക വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെങ്കടലിലെ കപ്പലുകൾക്ക് ഭീഷണിയുയർത്തിയ കൃത്യമായ സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ആക്രമണ ദൌത്യം വിജയകരമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഹുദൈദ തുറമുഖം സഖ്യസേന ആക്രമിച്ചു എന്ന പ്രചാരണം അദ്ദേഹം തള്ളി. ഹുദൈദ, സലീഫ് ഉൾപ്പെടെയുള്ള എല്ലാ യമനി തുറമുഖങ്ങളും വാണിജ്യ ആവശ്യങ്ങളുടെ ഗതാഗതത്തിനായി തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. സൻആ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ നടത്താൻ വിസമ്മതിക്കുകയും ജനങ്ങളെ ഉപരോധത്തിലാക്കുകയും ചെയ്യുന്നതിലൂടെ ഹൂതികൾ യമനി ജനതയുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യമൻ ജനതയ്ക്കൊപ്പം സൗദി അറേബ്യ എന്നെന്നും ഉറച്ചു നിൽക്കുമെന്നും സൗദിയുടെ താൽപര്യങ്ങളും കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ തുടരുമെന്നും ഹൂതികളുടെ ശത്രുതാപരമായ നീക്കങ്ങൾക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ശക്തമായ മറുപടി നൽകുമെന്നും വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി മുന്നറിയിപ്പ് നൽകി. ഈ മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ്. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഈ മേഖലയിലെ അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള തടസ്സരഹിതമായ കപ്പൽ ഗതാഗതവും വാണിജ്യ പ്രവർത്തനങ്ങളും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന പ്രസ്താവനയിൽ ഇന്ത്യ വ്യക്തമാക്കി. നാവികരെ രക്ഷപ്പെടുത്തുന്നതിനായി കോസ്റ്റ് ഗാർഡും നാവികസേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ച് ഗാർഡ്സ് ഓഫ് ദി റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന യമൻ നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.